അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരായിട്ട് ആരും തന്നെയില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഓരോ ആവശ്യങ്ങളും ഉണ്ടാവാം. ചിലരുടെ ആഗ്രഹങ്ങളൊക്കെ ഇത് നടക്കില്ല, നടക്കാത്ത വലിയ ആഗ്രഹമാണെന്ന് കരുതി മനസ്സിൽ അങ്ങനെ വെച്ച് നടക്കുന്നവരുണ്ടാകാം. ചിലരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ടാകാം. അവർക്കെല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഹലാലായ ഹൈറായതായിരിക്കണം. അത്തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാത്തിഹ സൂറത്ത് കൊണ്ട് നമുക്കൊരു ആവശ്യ പൂർത്തീകരണം നടത്താനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പടച്ച റബ്ബിൽ തവക്കുൽ വേണം. എൻ്റെ റബ്ബിന് എല്ലാം തന്നെ സാധിക്കും, എൻ്റെ റബ്ബിന് സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല എന്നൊരു തവക്കുൽ നമുക്ക് പടച്ച റബ്ബിലേക്ക് വേണം. പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു വിശ്വാസമാണ് വേണ്ടത്. നടക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് നടന്നു കിട്ടും, എൻ്റെ ആഗ്രഹം പടച്ച റബ്ബ് നടത്തിത്തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ എന്തൊരു കാര്യവും ചെയ്യാനായിട്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അത് നേടിയെടുക്കണം, നമുക്ക് അതിയായിട്ടുള്ളൊരു മോഹം മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യം നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്തിരുന്നുകൊണ്ടിട്ട് നമ്മൾ നിസ്കാരപ്പായിന്ന് എഴുന്നേൽക്കാതെ ആരോടും സംസാരിക്കാതെ നമ്മൾ മഗ്‌രിബിൻ്റെ നിസ്കാര ശേഷം 40 തവണ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമ്മൾ പിന്നെ പടച്ച റബ്ബിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. അത് 40 തവണ ചൊല്ലാനായിട്ട് അത്രയ്ക്ക് സമയം ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അത്രയേറെ ഉണ്ടെങ്കിൽ നമുക്ക് 40 എന്നുള്ളൊരു കണക്ക് വലിയ കണക്കായിട്ടുള്ള കാര്യമല്ല. മുത്തായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ അധീനതയിലാണോ അവനെ തന്നെ സത്യം. തൗറാത്തിലോ ഇഞ്ചീലിലോ ഫുർഖാനിലോ ഇതിന് എന്നിവിടെ പറയുന്നത് ഫാത്തിഹക്ക് എന്നാണ്, തുല്യമായതിന് ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. അപ്പോൾ ഈ സൂറത്ത് കൊണ്ട് പടച്ച റബ്ബ് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്കതിന് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്ര ദിവസത്തിൻ്റെ കണക്ക് എന്നില്ല, നമുക്ക് എത്ര നാൾ കഴിയുന്നുവോ അത്രയും ദിവസം ഇത് ചെയ്യലാണ് ഹൈറ്. തുടർച്ചയായിക്കൊണ്ട് ഏതൊരു കാര്യം ചെയ്യലാണ് അതിൻ്റെ ഹൈർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവിടാതെ നമുക്ക് കഴിയുന്നതും നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതും വരെ നമ്മൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഖൽബിൽ പടച്ച റബ്ബിനോടുള്ള തവക്കുലോട് കൂടിയിട്ട് നമ്മളിത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഹൈറായ ഹലാലായ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പടച്ച റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സാധിച്ചു കിട്ടുക എന്നുള്ളതും പടച്ച റബ്ബിനെ അറിയുകയുള്ളൂ. അതെല്ലാം ഹൈറായ രീതിയിൽ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും സാധിച്ചു നൽകട്ടെ. നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കി നല്ല ഹൈറായ റാഹത്തുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.